कानून के अनुसार अगर समय रहते मतदाता सूचियों में त्रुटियां साझा न की जाएं, मतदाता द्वारा अपना മൊബൈൽ ഉപയോഗിച്ചിട്ടേ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ മൊബൈൽ ഇങ്ങനെ? കുഴപ്പമില്ല, വായിപ്പിച്ചിട്ട് കുഴപ്പമില്ല. ഖുർആൻ ഇഷ്ടമാണ് കാണാൻ, വല്ലാതെ കാണാൻ ഇഷ്ടമല്ല. ഖുർആൻ, ഹദീസ്, ഫിഖ്, ഇസ്ലാമ ചരിത്രം, നല്ല കാര്യങ്ങൾ കാണാൻ ഇഷ്ടമാണ്. വാർത്ത കാണാൻ ഇഷ്ടമാണോ? വാർത്തയോ? വാർത്ത ഇഷ്ടമാണ്. എന്നും ഫോൺ ഉപയോഗിക്കാറുണ്ടോ? ഇങ്ങനെ ആവശ്യത്തിനാണെങ്കിൽ ഉപയോഗിക്കും. മോൻ്റെ മോനവിടെ ഉണ്ട്, അവർ വിളിക്കാനൊക്കെ ചോദിക്കും. മക്കളൊക്കെ എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്. 2019 കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ് പത്രമൊന്നും കിട്ടാമെന്ന്, ഒന്നും നാട്ടിനെ കുറിച്ച് അറിയാൻ പറ്റാമെന്ന് കഴിഞ്ഞപ്പോഴാണ് അപ്പം അങ്ങനെ കൊച്ചിനോട് പറഞ്ഞു, പിള്ളേർ ഇങ്ങനെ മൊബൈലിൽ നോക്കുന്നുണ്ട്, ഇപ്പോൾ അതിനകത്ത് വാർത്ത കിട്ടുമെന്ന് ചോദിച്ചു. അങ്ങനെ വാർത്ത കിട്ടുമെന്ന് പറഞ്ഞ് വാർത്ത എടുത്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് ലോകത്തിൻ്റെ കാര്യങ്ങളും ഇപ്പോഴത്തെ കൊറോണയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഫോണിൽ കൂടെ അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ സന്തോഷമായി. അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ അപ്പോൾ പഠിക്കുന്ന ഖുർആൻ്റെയും ഹദീസ് എന്നൊക്കെ പറയും, അതിൻ്റെയൊക്കെ മീനിങ്സൊക്കെ അതിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കും. അങ്ങനെ പഠിക്കാനൊക്കെ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിജി കേരളത്തിൻ്റെ പദ്ധതിയായിട്ട് 2024 അവർ പഞ്ചായത്ത് അവരുമായിട്ട് അവർ വരുകയും അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്ത്. പഠിക്കുന്ന കാര്യങ്ങൾ നല്ല അതൊരു ഹോബിയുടെ ശൈലി പോലെയാണ് പഠിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പഠിക്കുക, നമ്മൾക്കത് പറഞ്ഞു തരിക, അത് നല്ലൊരു ഇഷ്ടമാണ്. സർവേ നടത്തി കണ്ടെത്തിയപ്പോൾ തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്നുള്ള തരത്തിൽ ആദ്യമേ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. നിഷ്ഠയോടുകൂടി പോകുന്ന മൗലവിയാണല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെന്ന് പഠിപ്പിക്കാമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇവരായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. അപ്പോൾ കുഴപ്പമില്ല, വാപ്പ ഇങ്ങനെ സഹകരിക്കണ കൂട്ടത്തിലാണെന്ന് പറഞ്ഞു. നമുക്ക് വലിയ അഭിമാനകരമാകുന്ന നിമിഷം എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഏജുള്ള ഒരു പഠിതാവ് നമ്മുടെ വാർഡിലായെന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഈ പഠിപ്പിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഇങ്ങനെ ലിസ്റ്റ് വന്നപ്പോൾ ഒരു സംശയമുണ്ട്, ഇത്രയും പ്രായമുള്ള ആളെ എങ്ങനെ അത് കൈകാര്യം ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നു. പക്ഷേ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ആളുടെ അതിനോടുള്ള താല്പര്യവും അതുപോലെ വീട്ടുകാരും അതുപോലെ നമ്മുടെ പഞ്ചായത്ത് കോർഡിനേറ്റർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ശ്രമിച്ചപ്പോൾ അത് വളരെ സുഖകരമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഡിജി കേരളം പദ്ധതിയിലെ ഏറ്റവും പ്രായം കൂടിയ പഠിതാക്കളിൽ ഒരാളാണ് MA അബ്ദുള്ള മൗലവി. സർക്കാർ പഠിപ്പിച്ചു. 105-ാം വയസ്സിൽ പ്രായം പോലും നോക്കാതെ അദ്ദേഹം പഠിച്ചു. ക്യാമറമാൻ ബിനു പാവമ്പയ്ക്കൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പലപ്പോഴും പലതും പഠിക്കാതെ പോകുന്നവർക്കൊരു പാഠം കൂടിയാണ് ഇത്. ഇത്രയും പ്രായമായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എടുക്കുന്ന ആ ഒരു ശ്രമം, അത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. സ്നേഹമോൾ ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. സ്നേഹ, പറയൂ. നമ്മൾ ഈ എന്ത് കാര്യങ്ങളും സാധിക്കാതെ വരുമ്പോൾ പൊതുവെയുള്ള ഒരു ചൊല്ലാണ് ഈ പ്രായത്തിലൊക്കെ എന്ത് ചെയ്യാനാണ് എന്നുള്ളത്. അപ്പോൾ എന്ത് കാര്യങ്ങൾ പഠിക്കണമെങ്കിലും അതിനാഗ്രഹമുണ്ടെങ്കിൽ അതിന് പ്രായം ഒരു തടസ്സമല്ല എന്നുള്ളതാണ് ആദ്യം ഈ ഡിജി കേരളം പദ്ധതി വഴി സർക്കാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സേവനങ്ങളെല്ലാം ഡിജിറ്റലൈസ്ഡ് ആക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സേവനം ലഭ്യമാകണമെങ്കിൽ ഈ പൊതുവെ ഇതിനെക്കുറിച്ചൊരു ധാരണ എല്ലാവരിലും, എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടിയും ഈ പദ്ധതിയുടെ പിന്നിൽ ഇതിനൊരു ലക്ഷ്യമായി തന്നെയുണ്ട്. മാത്രമല്ല, നമ്മൾക്കിപ്പോൾ ഒരു ഡിജിറ്റൽ യുഗമാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ പ്രായമായവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുക എന്നൊരു മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരായാലും പഠിക്കുന്നവരൊക്കെ ആയാലും മുതിർന്നവരുള്ള വീടുകളിലുള്ളവർക്ക് ഈ മുതിർന്നവർ എന്തെങ്കിലും ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഡിജിറ്റലൈസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ സംശയം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ സന്ദർഭവും സമയവും ഒക്കെ അതിന് അനുവദിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വസ്ഥമായി അവരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് സോണിലിരുന്ന് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത. 2022 ഈ പദ്ധതി ആരംഭിച്ചത് തന്നെ. ആദ്യം 14 വയസ്സ് മുകളിലുള്ളവർ തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൻ്റെ സേവനം ലഭ്യമാകണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ പദ്ധതി തുടങ്ങിയത്. പക്ഷേ എല്ലാ പ്രായത്തിലുള്ളവരെയും ചേർത്ത് പിടിക്കണമെന്ന് സർക്കാർ പിന്നീടൊരു തീരുമാനമെടുക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമേ അല്ല ഈ പദ്ധതിക്ക്. അതാണ് ഈ പദ്ധതിയിലെ ഏറ്റവും മുതിർന്ന ഒരു സേവനം ലഭ്യമായ ആളാണ് പെരുമ്പാവൂർ ആശമുന്നൂർ പഞ്ചായത്തിലെ MA അബ്ദുള്ള മൗലവി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരിശീലനം നൽകിയ ആളുകൾ പറയുന്നതും അത് തന്നെയാണ്. വളരെ കൗതുകത്തോടു കൂടി തന്നെ എന്തും
പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. കോവിഡ് കാലഘട്ടത്തോടെ പഠിക്കുക, അതൊരു ഹോബി പോലെ ചെയ്യുക, ഒപ്പം കൂടെയുള്ളവർക്ക് ഈ കാര്യങ്ങൾ പങ്കുവെച്ച് കൊടുക്കുക, അവരെ പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പോലും ഇദ്ദേഹം ചെയ്യുന്നു എന്നതാണ്. ഒരുപാട് സന്തോഷം.